ഹായ്, വെൽക്കം ബാക്ക് ടു അയ്യൻ്റെ കിച്ചൺ. ഇന്ന് ചിക്കൻ മന്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 5-6 മാസമായി മന്തി കഴിച്ചിട്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. 1.5 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വാർന്നതിന് ശേഷം ടിഷ്യൂ പേപ്പർ കൊണ്ട് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഫോർക്ക് കൊണ്ട് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കുകയും കൂടെ ചെയ്തിട്ടുണ്ട്. ഇതിലോട്ട് 6 ടേബിൾ സ്പൂൺ മന്തി മസാലയും 3 പീസ് ചിക്കൻ സ്റ്റോക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ സ്റ്റോക്ക് കൈകൊണ്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലിൽ ചിക്കൻ സ്റ്റോക്കും മസാലപ്പൊടിയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം ചിക്കനിലോട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ചിക്കൻ സ്റ്റോക്കിൽ ഉപ്പുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് ആവശ്യമാണെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാകും. പിന്നെ ഞാൻ ഇതിലോട്ട് ഫുഡ് കളറൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അല്പം റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുത്തോളൂ. മിക്സ് ചെയ്ത് കൊടുത്തപ്പോൾ എനിക്ക് മസാലപ്പൊടി അല്പം കുറവാണെന്ന് തോന്നി. അതുകൊണ്ട് തന്നെ വീണ്ടും 2 ടേബിൾ സ്പൂൺ മന്തി മസാലപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മൊത്തം നമ്മൾ 8 ടേബിൾ സ്പൂൺ മന്തി മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അല്പം കൂടെ എരിവ് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ വരെയും കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തോളൂ. ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് 12 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. രാത്രിയാണ് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചത്. എന്നിട്ട് അടുത്ത ദിവസമാണ് മന്തി ഉണ്ടാക്കുന്നത്. മന്തി ഉണ്ടാക്കാനായിട്ട് 1.5 കിലോയോളം വൈറ്റ് സെല്ല ബാസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. റൈസ് 3-4 തവണ നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് അരമണിക്കൂർ ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. അരി കുതിരാനെടുക്കുന്ന സമയം കൊണ്ട് വേവിക്കാനായിട്ട് കുറച്ച് അധികം വെള്ളം തിളപ്പിച്ചെടുക്കാം. വെള്ളത്തിലോട്ട് കുറച്ച് റോ സ്പൈസസ് ചേർത്ത് കൊടുക്കണമല്ലോ. 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ ഉലുവ, 1 ഉണക്കനാരങ്ങ, 10 ഗ്രാമ്പു, 6 ഏലക്ക, ഇതുപോലെ ഒരു വലിയ കഷ്ണം പട്ട, 2-3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്ന അരി വെള്ളം മുഴുവനും ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് തിളച്ച വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അരി മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം 4 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അരി വേവിച്ചെടുക്കുന്നുണ്ട്. ഞാനിതൊന്ന് പെട്ടെന്ന് തിളച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അടച്ച് വെക്കുന്നത്. അരി അവിടെ ഇരുന്ന് കുക്കായിക്കോട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പൊരിച്ചെടുക്കാം. മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പൊരിക്കുന്നതിന് മുൻപ് ഒന്നുകൂടെ ഒന്ന് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ 5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് 1 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അല്പം കുറവായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് ഫുൾ ഫ്ലെയിമിൽ വെച്ച് പൊരിച്ചെടുക്കാം. ഒരു ഭാഗം നന്നായിട്ടൊന്ന് കളറ് മാറി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. ആ ഭാഗവും കൂടെ നന്നായിട്ട് കളർ മാറി ഒന്ന് വെന്ത് വരുമ്പോൾ കോരി മാറ്റാം. ഫ്ലെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ടൊന്ന് പൊരിച്ചെടുക്കാനായിട്ട് നോക്കുക. അപ്പോഴേ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ കരിഞ്ഞു പോകാതെ നമുക്ക് കറക്റ്റായിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കാൻ സാധിക്കും. ഇതുപോലെ സ്റ്റെയിൻലെസ് സ്റ്റീൽ പാനിലാണ് പൊരിക്കുന്നതെങ്കിൽ അടുത്ത് തന്നെ നിൽക്കുക കേട്ടോ. എന്നിട്ട് കറക്റ്റായിട്ടൊന്ന് പൊരിച്ചെടുത്താൽ മതി. ഫ്ലെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തിരിച്ചും മറിച്ചു വിട്ടിട്ട് 3-4 ബാച്ചായിട്ട് വേണം നമുക്ക് ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ റൈസ് കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. 90% റൈസ് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കോരി മാറ്റാം. റൈസ് കോരി ഒരു സ്ട്രൈനറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. സെല്ല ബാസ്മതി റൈസ് ആയതുകൊണ്ട് തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കുഴഞ്ഞു പോകാതെ കുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ കറക്റ്റായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. 4ാമത്തെ ബാച്ച് ചിക്കനും കൂടെ ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് മന്തി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ചുവട് കട്ടിയുള്ളൊരു പാത്രം നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം 1 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. എണ്ണയിലോട്ട് നമുക്ക് ഇതുപോലെ അല്പം റോ സ്പൈസസ് ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ജീരകം,
6 7 ഗ്രാമ്പു, ഒരു കഷ്ണം പട്ട, 4 5 ഏലക്ക, ഒരു ഉണക്കനാരങ്ങയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഒരു വലിയ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്തതും 2 പച്ചമുളക് ഒന്ന് കീറിയതും 4 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം 2 സവോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതും 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് കുറച്ച് കൂടുതൽ മുളക് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുത്തോളൂ. 1 ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ മസാലക്കൂട്ടിലോട്ട് നേരത്തെ നമ്മൾ പൊരിച്ച് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഊറ്റി വെച്ചിരിക്കുന്ന റൈസ് ഒരു ലെയർ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിന് മുകളിൽ നമ്മൾ നേരത്തെ ചിക്കൻ പൊരിച്ച ഓയിൽ ഉണ്ടല്ലോ, അത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് മുകളിൽ നമ്മൾ ബാക്കിയുള്ള റൈസ് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് റൈസ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് ചിക്കൻ പൊരിച്ച എണ്ണ മുഴുവനായിട്ടും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ പൊടിച്ചെടുത്ത മസാലപ്പൊടി ആയതുകൊണ്ട് തന്നെ കുറച്ചധികം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഒരുപാട് മസാലപ്പൊടി എണ്ണയിൽ കിടക്കുന്നുണ്ട്. അത് കളയണ്ട കേട്ടോ. ആ എണ്ണ മുഴുവനായിട്ടും നമുക്ക് ഈ ചോറിന് മുകളിൽ ഒഴിച്ചു കൊടുക്കാം. മസാലപ്പൊടിയോട് കൂടെ തന്നെ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ദോശക്കല്ല് നന്നായിട്ട് ചൂടാക്കിയെടുത്തതിന് ശേഷം ഈ പാത്രം ദോശക്കല്ലിന് മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ എണ്ണയിൽ അല്പം ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ 1 ടീസ്പൂൺ എണ്ണയിൽ അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏറ്റവും അവസാനം 4 5 പച്ചമുളക് കുത്തി കൊടുക്കുക. എന്നിട്ട് ഫോയിൽ പേപ്പർ കൊണ്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് ദം ചെയ്തെടുത്താൽ മതി. ഞാനിതിപ്പോൾ ഫോയിൽ പേപ്പർ കൊണ്ട് കവർ ചെയ്യുന്നൊന്നുമില്ല, പകരം ഇങ്ങനെ തന്നെ അടച്ചു വെച്ചിട്ട് ദം ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം ഫുൾ ഫ്ലെയിമിൽ 5 മിനിറ്റ് വെക്കുന്നുണ്ട്. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് 25 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം ഇതൊന്ന് ഓപ്പൺ ചെയ്താൽ മതി. റൈസൊക്കെ റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ടുള്ള സൈഡ് ഡിഷ് ഉണ്ടാക്കാം. 2 സവോള അരിഞ്ഞതും 2-3 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു തക്കാളിയും അല്പം മല്ലിയിലയും പുതിനയിലയും 2 പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. മയണൈസ് ഞാൻ നേരത്തെ തന്നെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സൈഡ് ഡിഷ് എല്ലാം റെഡിയായി കഴിഞ്ഞു. 1.5 മണിക്കൂറിന് ശേഷം നമുക്ക് റൈസ് ഒന്ന് ഓപ്പൺ ചെയ്യാം. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുകളിലുള്ള ഈ മസാലപ്പൊടിയൊന്നും അറിയേയില്ല കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ടാവും കഴിക്കാൻ. ഇനി നമുക്ക് ഫോട്ടോവും വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ഈ കളറുള്ള മുകളിലത്തെ റൈസ് ഉണ്ടല്ലോ, വൈറ്റും യെല്ലോവും റെഡും ഒക്കെ, അതല്പം മാറ്റി വെക്കാം. ഇപ്പോൾ ഈ മസാലപ്പൊടി മിക്സ് ചെയ്യുന്നില്ല. ഒരു വശത്തേക്ക് ഇങ്ങനെ ആക്കി വെച്ചിട്ട് ആ കളറുള്ള റൈസ് മാത്രം ഞാൻ ആദ്യം ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഈ മസാലപ്പൊടി ആയ ഭാഗവും അടിയിലുള്ള റൈസ് എല്ലാം കൂടെ വേറെ 2 പാത്രത്തിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാറില്ല കേട്ടോ. പകരം എണ്ണയിലോട്ട് അല്പം മുളക് പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒഴിച്ചു കൊടുക്കലാണ് പതിവ്. നമ്മൾ ഒഴിച്ചു കൊടുത്ത എണ്ണ മുഴുവനും ഈ പാത്രത്തിൻ്റെ അടിയിലുണ്ട് കേട്ടോ. എണ്ണയും ചിക്കനും എല്ലാം കൂടെ ഇരിക്കുന്നുണ്ട്. ആ എണ്ണയിലല്ലേ നമ്മുടെ മസാല മുഴുവനും ഉള്ളത്. അതുകൊണ്ട് റൈസും എണ്ണയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് റൈസ് ഇതുപോലൊന്ന് മാറ്റിയെടുക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ സാധാരണ ഉണ്ടാക്കുമ്പോൾ ഫുഡ് കളർ ചേർക്കാറില്ല. അതുപോലെ തന്നെ ചിക്കൻ സ്റ്റോക്കും ചേർക്കാറില്ല. സൺഫ്ലവർ ഓയിലും ഉപയോഗിക്കാറില്ല കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയോ കടലെണ്ണയോ ഉപയോഗിച്ച് തന്നെയാണ്. എണ്ണ മാറ്റി ഉപയോഗിച്ചാലും എനിക്കിഷ്ടമാണ് കേട്ടോ. ടേസ്റ്റൊക്കെ ഉണ്ടാവും. പിന്നെ ഫുഡ് കളർ ഉപയോഗിക്കാതിരിക്കുമ്പോൾ ഭംഗി മാത്രം അല്പം കുറയുന്നേ ഉള്ളൂ. പിന്നെ എണ്ണയുടെ അളവും കുറച്ച് കുറവായിട്ടാണ് സാധാരണയായിട്ട് ഉണ്ടാക്കുമ്പോൾ ഞാൻ ഒഴിക്കാറുള്ളത്. ഇതിപ്പോൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ് ഇതുപോലൊന്ന് റെഡിയാക്കി എടുത്തത്. ചിക്കൻ പീസൊക്കെ മാറ്റി വെച്ചിട്ട് എണ്ണയിലോട്ട് ബാക്കിയുള്ള റൈസ് മുഴുവനും ഇട്ട് കൊടുത്തിട്ട്
പൊടിഞ്ഞു പോകാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാവർക്കും മന്തി വളരെ ഇഷ്ടമായിരിക്കും അല്ലേ? പക്ഷെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുമ്പോഴുണ്ടല്ലോ അല്പം ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാനായിട്ട് നോക്കുക കേട്ടോ. ഓയിൽ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടുകൂടെ വിളമ്പാം. അധികം വെളുത്തുള്ളിയും ഉള്ളിയും ഒന്നും വേണ്ടാത്തത് കൊണ്ട് തന്നെ ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റൈസ് തന്നെയാണ് മന്തി. ഉണ്ടാക്കാൻ എളുപ്പമായിട്ടും എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസ് ആയതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഇപ്പോൾ നന്നായിട്ട് മന്തി ഉണ്ടാക്കും കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മന്തി ഉണ്ടാക്കി കഴിക്കുന്നവരാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അല്പം ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ. താങ്ക് യു.